നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇന്നലെ കൊച്ചിയിലെത്തി വിവിധ യോഗങ്ങളിൽ പങ്കെടുത്ത് ഓരോ കാര്യങ്ങളും വിലയിരുത്തുക എന്നുള്ളതാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഇന്നും ഇപ്പോൾ കൊച്ചിയിലാണ്. നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്നും അമൽനാഥിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ ചില സ്വകാര്യ സന്ദർശനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനവും ഉണ്ടായിരുന്നു. നമുക്ക് അമലിൽ നിന്നും അറിയാം കൂടുതൽ വിശദാംശങ്ങൾ. അമൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ജ്ഞാനേഷ് കുമാർ കൊച്ചിയിലെത്തി. ഇനിയിപ്പോൾ ഈ ഒരു സന്ദർശനം പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചേക്കാം. എവിടെ എത്തി നിൽക്കുന്നു സന്ദർശനം? എന്തെല്ലാമാണ് ഇന്നത്തെ അജണ്ടകൾ? സിന്ധുരി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ഗണേഷ് കുമാർ കൊച്ചിയിലെത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സിന്ധുരി സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ അത് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കൊച്ചിയിലെത്തിയത്. ഇന്നും നാളെയുമായും അദ്ദേഹം കൊച്ചിയിൽ തന്നെ ഉണ്ടാകും. വിവിധ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെയോടുകൂടി തന്നെ അദ്ദേഹം ഒരു സ്വീപ്പ് എന്ന ഒരു സംഘടനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആ സംഘടന എന്ന് പറയുന്നത് യുവാക്കളെ വോട്ട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന അത്തരത്തിൽ യുവാക്കൾ ഇപ്പോൾ നമുക്കറിയാം ഈ വോട്ടിങ്ങിലേക്കൊന്നും അത്ര താല്പര്യം പ്രകടമാക്കുന്നില്ല. അവരെ വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സംഘടനയാണ് ഈ സ്വീപ്പ് എന്ന് പറയുന്നത്. ആ പരിപാടിയിലാണ് ഇപ്പോൾ ഗണേഷ് കുമാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, യുവാക്കളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ഇന്ത്യക്ക് തന്നെ അല്ലെങ്കിൽ ലോകത്തിന് തന്നെ മാതൃകയായി മാറണം എന്ന കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ കൊച്ചി ദർബാർ ഹാളും പരിസരവുമായിരുന്നു സന്ദർശിച്ചത്. ഈ ദർബാർ ഹാളിനെ കുറിച്ച് പറയുമ്പോൾ 2001 മുതൽ 2004 വരെ ഈ ഗണേഷ് കുമാർ എറണാകുളം ജില്ലാ കളക്ടറായിരുന്നു. ഈ 3 വർഷക്കാലം അദ്ദേഹം ഈ ദർബാർ ഹാൾ ഒപ്പം തന്നെ ആ പരിസര പ്രദേശങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. സമീപത്തെ എറണാകുളത്തപ്പൻ അമ്പലം സന്ദർശിച്ചിരുന്നു. ഒപ്പം തന്നെ ആർട്ട് ഗാലറി സന്ദർശിച്ചിരുന്നു. അത്തരം കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഇനി വരുന്ന 2 ദിവസം, അതായത് ഇന്നും നാളെയുമായുള്ള ദിവസങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്ന ആ പരിപാടികളിലേക്ക് അല്ലെങ്കിൽ അത്തരം യോഗങ്ങളിലേക്ക് കടക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ചില പാർട്ടികളുടെ നേതാക്കളുമായി അടക്കം ഇദ്ദേഹം ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി, അത് ജില്ലാ കളക്ടർമാർ ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവികളുമായും അദ്ദേഹം ചർച്ച നടത്തും എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിൽ എത്രത്തോളമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഒന്ന് വിലയിരുത്തി ആ കാര്യങ്ങൾ പഠിച്ചെടുക്കും. അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിൽ ഇനി പൂർത്തിയാക്കുവാനുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഇനി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ ദിവസം ഈ ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു 12 അംഗ സംഘമായിരുന്നു ഇത്തരത്തിൽ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായും ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒപ്പം ബൂത്ത് ലെവൽ ഓഫീസർമാർ ഒപ്പം തന്നെ ജില്ലാ ഓഫീസർമാർ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ജില്ലാ ഓഫീസർമാർ, ഇത്തരത്തിലുള്ള എല്ലാവരുമായും അദ്ദേഹം ഈ വരുന്ന 2 ദിവസങ്ങളിൽ ചർച്ച നടത്തുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ആഴ്ചയോടുകൂടി തന്നെ സീനിയർ ഡെപ്യൂട്ടി ഓഫീസറായ മനീഷ് ഗാർഗ് കൂടി കേരളം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം ചില വിലയിരുത്തലുകളൊക്കെ തന്നെ നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ പഠനങ്ങൾ, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തിയിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ കൂടി കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ എത്ര വേഗത്തിൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങളാകും ഇന്നും നാളെയുമായി നടക്കുക എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷം ശനിയാഴ്ച, അതായത് നാളെ ഉച്ചയോടുകൂടി ഇദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നും അറിയിച്ചിട്ടുണ്ട്. സിന്ധു. ശരി അമൽ പറഞ്ഞതുപോലെ തന്നെ സന്ദർശനം പുരോഗമിക്കുകയാണ്. നമുക്കിപ്പോൾ ഗണേഷ് കുമാറിന്റെ പ്രതികരണം കൂടി ഒന്ന് കാണാം. പതിവ് പോലെ വരാൻ പോകുന്ന കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൽ ഒരു മാതൃകാപരമായിട്ട് നമുക്ക് നടക്കാൻ സാധിക്കണം. ഈ ചെറിയ വാക്കത്തോടെ നിങ്ങളെല്ലാ പേർക്ക് നമസ്കാരം, നന്ദി.